വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടണം. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിലെ കന്യകയായ മറിയത്തോട് അരുൾ ചെയ്ത ദൈവദൂത് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പൂർത്തിയായതിൻ്റെ സ്മരണയിലേക്ക് നടന്നെടുക്കുമ്പോൾ ഉണ്ണീശോയെ കുമ്പിട്ട് വണങ്ങി കാഴ്ചകൾ അർപ്പിച്ച പൂജരാജാക്കന്മാരുടെ 2ാമത്തെ നിക്ഷേപ പാത്രത്തിലെ കുന്തിരിക്കത്തെക്കുറിച്ച് നമുക്കിന്ന് വിചിന്തനം ചെയ്യാം. ജ്ഞാനികൾ കാഴ്ചവെച്ച കുന്തിരിക്കം യേശുവിൻ്റെ പൗരോഹിത്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പൗരോഹിത്യധർമ്മം വിശുദ്ധീകരിക്കുക എന്നതാണ്. ഈശോ തൻ്റെ പരസ്യജീവിതത്തിലുടനീളം തൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജനങ്ങളെ വിശുദ്ധീകരിച്ചു. പിതാവായ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ഏക മധ്യസ്ഥനാണ് യേശു. പിതാവിൻ്റെ സ്നേഹവും കരുണയും പാപമോചനവും തന്നിലൂടെ യേശു മനുഷ്യർക്ക് നൽകി. കാൽവരിയിൽ യേശു പൂർണ്ണമായി സ്വയം പിതാവിന് ബലിയർപ്പിച്ചുകൊണ്ട് തൻ്റെ പൗരോഹിത്യ കർമ്മം എന്നേക്കുമായി നിറവേറ്റി. മനുഷ്യാവതാരത്തിൽ ആരംഭിച്ച ആ ദാനം കാൽവരിയിലെ ബലിയിൽ പൂർണ്ണമായി. യഹൂദ പുരോഹിതന്മാരുമായി യേശു നിരന്തര സംഘട്ടനത്തിലായിരുന്നു. അവരുടെ ആന്തരികതയില്ലാത്ത ആചാരങ്ങളെ യേശു നിശിതമായി വിമർശിച്ചിരുന്നു. പഴയ നിയമ സങ്കല്പത്തേക്കാൾ ഉദാത്തമായൊരർത്ഥമാണ് യേശു പൗരോഹിത്യത്തിന് നൽകിയത്. താൻ ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠനാണെന്ന് യേശു പ്രഖ്യാപിക്കുന്നു. യേശുവാകുന്ന ദേവാലയം തകർക്കപ്പെട്ടാൽ 3 ദിവസത്തിനകം അത് പണിതുയർത്താൻ അവിടത്തേക്ക് കഴിയുമെന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു. തൻ്റെ ദൗത്യത്തെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന പുരോഹിത ദൗത്യവുമായി ബന്ധപ്പെടുത്തിയാണ് യേശു അവതരിപ്പിക്കുന്നത്. യേശുവിൻ്റെ പുരോഹിത ധർമ്മത്തെ നിയതമായ അർത്ഥത്തിൽ വിശദീകരിക്കുന്നത് ഹെബ്രായ ലേഖനകർത്താവാണ്. വിശ്വസ്തനും കാരുണ്യവാനുമായ പ്രധാന പുരോഹിതനായിട്ടാണ് ലേഖനകർത്താവ് യേശുവിനെ ചിത്രീകരിക്കുന്നത്. എല്ലാ മനുഷ്യരെയും പോലെ പരീക്ഷിക്കപ്പെട്ട പ്രധാന പുരോഹിതനാണ് അവിടുന്ന്. തന്മൂലം വീഴ്ചകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന്. സഹനത്തിലൂടെ അനുസരണം പഠിച്ച അവിടുന്ന് മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നിത്യപുരോഹിതനുമാണ്. മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള യേശുവിൻ്റെ പൗരോഹിത്യം ലേവായ പൗരോഹിത്യത്തേക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം യേശുവിൻ്റെ പൗരോഹിത്യം നിത്യമാണ്. യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ദൈവിക മാനത്തെ ഇത് സൂചിപ്പിക്കുന്നു. ലേവ്യരുടെ പൗരോഹിത്യം അപൂർണമായതുകൊണ്ട് രക്ഷയ്ക്കായി മറ്റൊരു പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ടു. മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം ശാരീരിക ജനനക്രമം അനുസരിച്ചായിരുന്നില്ല, മറിച്ച് അക്ഷയമായ ജീവൻ്റെ ശക്തി നിമിത്തമായിരുന്നു. ലേവ്യ പുരോഹിതരിൽ നിന്ന് വ്യത്യസ്തനായി നീ എന്നേക്കും പുരോഹിതനായിരിക്കും എന്ന ദൈവത്തിൻ്റെ ശബ്ദത്തോടു കൂടിയാണ് യേശു പുരോഹിതനായത്. ലേവ്യ പുരോഹിതന്മാർ അനേകരുണ്ടായിരുന്നു. എന്നാൽ യേശു എന്ന ഏക പുരോഹിതൻ്റെ ബലിയിലൂടെ എല്ലാവരും നിത്യമായി രക്ഷിക്കപ്പെട്ടു. ലേവ്യ പുരോഹിതരിൽ നിന്ന് വ്യത്യസ്തനായി യേശു നിഷ്കളങ്കനായ പുരോഹിതനാണ്. യേശുവിൻ്റെ ബലിയും കുറ്റമറ്റതായിരുന്നു. നിത്യവും കുറ്റമറ്റതും പൂർണ്ണവുമായ ബലിയർപ്പണത്തിലൂടെ പുതിയ ഉടമ്പടിക്ക് തൻ്റെ രക്തം വഴി യേശു മുദ്രവെച്ചു. യേശുവിൻ്റെ അനുസരണം നിറഞ്ഞ ബലിയർപ്പണത്തിലൂടെ ഇനിയൊരു ബലിയർപ്പണം അനാവശ്യമായി മാറി. യേശു പുരോഹിതൻ മാത്രമല്ല, ബലിവസ്തുവും കൂടിയാണ്. തന്നെ ബലിയർപ്പിച്ചത് കൊണ്ടാണ് അവിടുത്തെ പൗരോഹിത്യം പൂർണ്ണമായത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോയുടെ പുരോഹിത പ്രാർത്ഥന കാണാവുന്നതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6, 14, 16 അധ്യായങ്ങൾ യേശുവിൻ്റെ പുരോഹിത സ്വഭാവം വ്യക്തമാക്കുന്നു. വെളിപാട് പുസ്തകം 5, 19, 21 അധ്യായങ്ങൾ നിത്യപുരോഹിതനായ യേശുവിൻ്റെ യുഗാന്ത്യത്തിലെ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 1, 2 അധ്യായങ്ങളും ഈ ആശയത്തെ തന്നെ കുറിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ തൻ്റെ ജനത്തെ എന്നേക്കുമായി വീണ്ടെടുക്കാൻ കാൽവരിയുടെ നെറുകയിൽ സ്വയം ബലിയർപ്പിക്കാൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചവനാണ് പുൽക്കൂട്ടിലെ ആ ദിവ്യശിശു. ഉണ്ണീശോയുടെ ജനനത്തിനായി ഒരുങ്ങുമ്പോൾ നിത്യപുരോഹിതനായ അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ നിരന്തരം അവിടുത്തെ സ്തുതിക്കുവാൻ
ഭാഗ്യം തരണമേ എന്ന് ജ്ഞാനികളോടും ആട്ടിടയന്മാരോടുമൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.